ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി എക്സാമിനേഷന് എങ്ങനെ പഠിക്കണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ്. അത് മാത്രമല്ല അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നമുക്ക് അതിലോട്ടൊക്കെ പോകാം. നോട്ടിഫിക്കേഷൻ വന്നു, ഒപ്പം തന്നെ അതിന്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് വന്നിരിക്കുന്നത് 10th സെപ്റ്റംബർ, അതായത് 10ാം തീയതി സെപ്റ്റംബർ 2026 എന്ന് പറയുമ്പോൾ സമയമുണ്ടെന്നേ. നിങ്ങളെ അതിനകത്ത് 10 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്റ്റംബർ 10 വരെ ഫൈൻ ഇല്ലാണ്ട് അതിനകത്ത് അടക്കാം. ഒരു സബ്ജക്റ്റിന് ഇംപ്രൂവ്മെന്റ്, അതായത് സ്കൂൾ ഗോയിങ് ആണെങ്കിൽ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് 175 രൂപയും, അത് ഒരു സബ്ജക്റ്റിന്. അവർക്ക് 3 സബ്ജക്റ്റ് എന്ത് ചെയ്യാം, റെഗുലർ സ്റ്റുഡൻസിന് ഇംപ്രൂവ് ചെയ്യാമല്ലോ. പിന്നെ സർട്ടിഫിക്കറ്റിന് ഫീസ് 40 രൂപ എക്സ്ട്രാ. അപ്പൊ അങ്ങനെ വരും. ഒരു സബ്ജക്റ്റിന് 175 വെച്ചപ്പോൾ ഞങ്ങൾ 2 സബ്ജക്റ്റ് എഴുതുമ്പോൾ ഇൻറ്റു 2 വരും, പ്ലസ് ഇൻ സർട്ടിഫിക്കറ്റ് ഫീ 40. പിന്നെ കമ്പാർട്ട്മെന്റിൽ, അതായത് +2 ഫെയിൽ ആയ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് 225 വെച്ചിട്ട്, അങ്ങനെ നിങ്ങൾ എത്ര സബ്ജക്റ്റ് ആണോ ഫെയിൽ ആയത് അത്. പിന്നെ 80 രൂപയാണ് സർട്ടിഫിക്കറ്റിന്റെ ഫീ വരുന്നത്. അപ്പൊ ആ രീതിയിൽ അതിനകത്ത് ഫീസ് കാര്യങ്ങൾ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 10th സെപ്റ്റംബർ. ഒരുപാട് പേര് മറന്നിട്ട് വീണ്ടും പിന്നെ ഡേറ്റ് പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ ടൈം ടേബിൾ വന്നു. ടൈം ടേബിൾ മൊത്തത്തിലുള്ള ഒരു ടൈം ടേബിൾ ഇതാണ്. ഇനി നമ്മുടെ ഫിസിക്സ്, സയൻസ് സബ്ജക്റ്റുകൾ മാത്രം അതിനകത്ത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതാണ് ഈ വീഡിയോയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കൃത്യമായി പഠിച്ച് പാസ്സാകണ്ടേ. അപ്പൊ അതിലോട്ടൊക്കെ ഞാൻ വരാം. അപ്പൊ ഇതേ സയൻസ് സബ്ജക്റ്റുകളിലേക്ക് ടൈം ടേബിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫിസിക്സിന് ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ, ഫിസിക്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് പഠിക്കാനൊക്കെ അത്യാവശ്യം ഫസ്റ്റ് ആണ്. എന്നിരുന്നാലും ആ ഒരു ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പഠിക്കുമല്ലോ. അപ്പൊ ഇംഗ്ലീഷ് അതിനിടക്ക് വരുന്നതുകൊണ്ട് ഇംഗ്ലീഷ് ഉള്ളവർ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അടുത്തടുത്ത് വരുന്നുണ്ട്. പക്ഷേ മിക്കവാറും പേര് അതിനകത്ത് സയൻസ് സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് അതിനകത്ത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ മാത്സിന് ഒരു സമയം, ഒരു ദിവസം അധികം കിട്ടുന്നുണ്ട്. കാരണം 14നാണല്ലോ മാത്സ്. പിന്നെ വീണ്ടും 15 കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് 15-നുണ്ട്, അല്ലെങ്കിൽ 16-ന് കെമിസ്ട്രി. അപ്പം അതിനകത്ത് വീണ്ടും ഒരു ദിവസം സമയം കിട്ടുന്നുണ്ട്, ഗ്യാപ്പ്. പിന്നെ ബയോളജി. അപ്പൊ ബയോളജി ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. കെമിസ്ട്രിയും ബയോളജിയും ഉള്ളവർ അടുത്തടുത്തത് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അതിന് ബയോളജി എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പം എന്നാലും കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള ഒരു ടൈം പ്ലാൻ ആണെന്നാണ് ഞാൻ പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ, നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റുകളൊക്കെ ഉള്ളവർ. ഇനി എങ്ങനെ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഓണത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു 28ാം തീയതി തുടങ്ങുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ടൈം പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇനി നേരത്തെ പഠിക്കേണ്ടവരാണെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ പഠിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ 24, 25, 26, 27 ഒക്കെ പഠിക്കണം എന്നുള്ളവർക്ക് ആ രീതിയിൽ അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാലും ഞാൻ പൊതുവേ അതിനകത്ത് ജനറലി ഇപ്പൊ ഒരു അവധിയൊക്കെ ആയതുകൊണ്ട് 28 മുതലുള്ള ഒരു ഷെഡ്യൂളാണ് ഇതിനകത്ത്. 28ാം തീയതി എങ്ങനെ പഠിക്കണം, ഇത് വെയിറ്റേജ് വെച്ചിട്ട്, ചാപ്റ്ററിന്റെ വലിപ്പം വെച്ചിട്ട് ഒക്കെ അസൈൻ ചെയ്ത ഒരു സംഭവമാണ്. ഈവൻ ChatGPTക്ക്, ജെമിനിക്ക് പോലും ഞാനതിനകത്ത് ആദ്യം ഞാനിത് ഉണ്ടാക്കി, എന്നിട്ട് ഇത് കൊടുത്തിട്ട് പോലും അവരോട് ചോദിച്ചു വെയിറ്റേജ് വെച്ചിട്ടും ഒക്കെ ഒന്ന് ചെയ്തു തരാമെന്ന്. എന്നിട്ട് അത് കിട്ടിയത് എനിക്ക് ലിവിംഗ് വേൾഡിന് 3 ദിവസം, അറ്റോമിക് സ്ട്രക്ചറിന് 1 ദിവസം. അപ്പൊ മനസ്സിലായി അവന്മാർക്ക് ഇങ്ങനെ ഈ കാര്യത്തിൽ വലിയ പിടിപാടില്ലാന്ന്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് തന്നെ, കാരണം എന്റെ ഈ ഫീൽഡ്, നമ്മുടെ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഡപടലം ഫെയിൽ ആയവർ വരെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ PDF വേണോ, ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യാം. ഈ ടൈം ടേബിളിന്റെ കംപ്ലീറ്റ് PDF ഇതിപ്പോ എത്ര ദിവസം ഉള്ളൂ എന്നറിയോ, 4 സെപ്റ്റംബർ വരെ ഉള്ളത് ഞാൻ കണ്ട് ഇതിനകത്ത് കാണുന്നുള്ളൂ. പക്ഷെ ഇതിന്റെ കംപ്ലീറ്റ് സെപ്റ്റംബർ മാസം കംപ്ലീറ്റ് നിങ്ങൾ ഫിനിഷ് ചെയ്തിട്ട്, പഠിത്തം ഫിനിഷ് ചെയ്ത്, പിന്നെ റിവിഷന്, അത് മാത്രമല്ല ഡെയിലി 1 മണിക്കൂർ റിവിഷൻ വെക്കുന്നുണ്ട്. മാത്രമല്ല ഓരോ വീക്കിലും ഞായറാഴ്ച റിവിഷൻ വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കിഡിലൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ PDF എന്ന് കമന്റ് ചെയ്ത്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. ഒരുപാട് ചങ്കുകൾ ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ഞാനാണ് കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ എന്നെ വാട്സാപ്പിൽ അതിനകത്ത് ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. മാത്രമല്ല അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് സ്റ്റുഡൻസിന് മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ ക്ലാസ്സുകളെല്ലാം ഞാൻ തന്നെയാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പേര് ഓൺലൈനിൽ എന്നോട് അതിനകത്ത് വന്നിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഓൺലൈൻ അതിനകത്ത് പലപ്പോഴും പലയിടത്തും ഓൺലൈനിൽ ജോയിൻ ആയതിനു ശേഷം ക്ലാസ് എഫക്റ്റീവ് ആയില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി, എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യം കാരണം നിങ്ങളിപ്പം ഫെയിൽ ആയ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മാർക്ക് കുറവുള്ളവരാണ്. അപ്പൊ നിങ്ങൾക്ക് സാധാരണ യൂട്യൂബ് ക്ലാസ് അല്ലെങ്കിൽ സാധാരണ ലെവലിൽ ക്ലാസ് എടുത്താൽ പലപ്പോഴും മനസ്സിലാവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ് ആണോ എന്ന് നോക്കുക. അപ്പൊ നമ്മുടെ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, മാത്രമല്ല പലരും 1 ലൈവ് എന്ന് പറഞ്ഞിട്ട് 1 അവർ ലൈവ് ഒക്കെ ആയിരിക്കും നൽകാൻ പോകുന്നത്. ഈ 1 അവർ ലൈവ് എന്ന് പറയുമ്പോൾ 30 ദിവസമല്ലേ ഇനി സെപ്റ്റംബറിലുള്ളത്. ഈ 1 അവർ ലൈവ് കൊണ്ട് എത്രത്തോളം ടോപ്പിക്ക്, അതായത് 3 സബ്ജക്റ്റുകളായിരിക്കും മിക്കവാറും നിങ്ങൾ സ്കൂൾ ഗോയിങ് ആണെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 സബ്ജക്റ്റിനെ 1 അവർ ലൈവ് വെച്ച് വരുമ്പോൾ നിങ്ങൾ നോക്കുക, ഒരു ദിവസം 1 അവർ ആണെങ്കിൽ 30 ദിവസം ഒരു സബ്ജക്റ്റിന് 10 മണിക്കൂറാണ് കിട്ടുക. ഈ 10 മണിക്കൂർ കൊണ്ട് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റേഴ്സ്. അപ്പൊ എങ്ങനെ ഇവർ തീർക്കും? അതിന് എത്ര ഓടിച്ച് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിത്തം എഫക്റ്റീവ് ആവുമോ? അപ്പൊ നിങ്ങൾ ലൈവ് ആണെന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി പോകണ്ട. ലൈവിന് എത്ര മണിക്കൂറുണ്ട്, ഇവർ ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് തീർക്കുന്നത്, മനസ്സിലാവുമോ
എന്നൊക്കെ അറിഞ്ഞ് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ബാച്ചുകളിൽ ജോയിൻ ആവുക. അപ്പോൾ ഓൺലൈനിൽ എന്താവില്ല, നിങ്ങൾ കുടുങ്ങൂല, നിങ്ങൾ എത്തിപ്പെടുന്നത് നല്ല സ്ഥലത്തായിരിക്കും. നിങ്ങൾ ചോദിക്കാണ്ട് നേരെ ചാടിക്കേറി ഓൺലൈനിൽ ക്ലാസ്സുകളിൽ ജോയിൻ ആകരുത്. അവിടുത്തെ ക്ലാസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, അവിടുത്തെ റിസൾട്ടുകൾ നോക്കുക, അവിടുത്തെ ക്ലാസ് എടുക്കുന്നവര് അവരുടെ ക്ലാസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവരുടെ ക്ലാസ് എടുക്കുന്നത് ആരാണെന്ന് ചോദിക്കുക, അവിടുത്തെ ക്ലാസ്സുകളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ക്ലാസ്സുകളാണെന്ന് നോക്കുക, എത്ര മണിക്കൂർ അതിനകത്ത് ക്ലാസ്സുകളുണ്ട്, തട്ടിക്കൂട്ട് ക്ലാസ് ആണോ, PDF റെക്കോർഡ് ക്ലാസ് വിട്ടു തരുന്ന അതായത് തട്ടിക്കൂട്ടെന്ന് ഉദ്ദേശിച്ചത് എഫക്റ്റീവ് അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ക്ലാസ്സുകളാണോ എന്നൊക്കെ നോക്കുക. എവിടെയും നിങ്ങൾക്ക് ജോയിൻ ആകാം, പക്ഷെ നിങ്ങൾ ജോയിൻ ആകുമ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ ജോയിൻ ആയി എഫക്റ്റീവ് ആയില്ല എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് നല്ല ക്ലാസ്സിൽ ജോയിൻ ആവാത്തതുകൊണ്ടാണ്. ഓൺലൈനിലൊക്കെ ഓഫ്ലൈനേക്കാളും അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ ഇവരൊക്കെ +2 അതിനകത്ത് ഫെയിലായി, +1 ഫെയിൽ ആയവരുണ്ട്, +2 ഫെയിൽ ആയവരുണ്ട്. അങ്ങനെ 1 മാസത്തെ സമയം കൊണ്ട് തന്നെ സേ ബാച്ചിലൊക്കെ നമ്മുടെ റിസൾട്ടുകൾ 6.32 ആയിട്ടുണ്ട്, 9 മാർക്ക് 31 ആയിട്ടുണ്ട്, അതുപോലെ 16 മാർക്ക് ഫിസിക്സ് ഫെയിലായി വന്നിട്ട് പിന്നെ +2 ഫിസിക്സിൽ 40 ആയിട്ടുണ്ട്, അതുപോലെ 14 32 ആയിട്ടുണ്ട്, 17 30 ആയിട്ടുണ്ട്. ഈ ഇവരുടെ ഈ ഗേളിന്റെ റിസൾട്ട് 14 മാർക്കാണ് ഒരു വർഷം സ്കൂളിൽ പോയിട്ട് +2 +1 13 മാർക്ക്. എന്നിട്ട് സേ ബാച്ചിൽ ഫെയിലായി വന്നിട്ട് നമ്മുടെ നോക്കുക അവരുടെ ടി മാർക്ക് സെക്കൻഡ് ഇയറിൽ 32 മാർക്കാണ്. 1 മാസം കൊണ്ട് തന്നെ നമുക്ക് 32 എത്തിക്കാൻ സാധിച്ചു. അതുപോലെ 9 മാർക്കാണ് TE, നിങ്ങൾ കെമിസ്ട്രിയിൽ നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ബയോളജിയിലെ TE നോക്കിയാൽ മനസ്സിലാവും 15 ആണ്. എന്നിട്ട് 1 മാസം എന്നിട്ട് ഇവർ 1 മാസം ഇവർ 2 തവണ ഫെയിലായി വന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയ സ്റ്റുഡന്റ് ആണ്. അതിനകത്ത് 36 39 ബയോളജിയും കെമിസ്ട്രിയും ഫെയിലായ കേസ്. അങ്ങനെ ഒരുപാട് ഇവരൊക്കെ 2 തവണ ഫെയിലായ സ്റ്റുഡൻസ് ആണ്. എന്നിട്ടും +1 തന്നെ ഡബിൾ പാസും +2 46 ഒക്കെ ആയി. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് അതിനകത്ത് ജോയിൻ ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്പർ 77 36 70 70 45. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്, പറയാവുന്നതിലപ്പുറം റിസൾട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് കൂടുതൽ പറയുന്നില്ല. 77 36 70 70 45 എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ ഇംപ്രൂവ്മെന്റിന്റെ ലൈവ് ക്ലാസ്സുകളാണ്, അല്ലാണ്ട് അത് ചുമ്മാ തട്ടിക്കൂട്ട് ക്ലാസ് അല്ല, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ എവിടെ ജോയിൻ ആകുമ്പോഴും തട്ടിക്കൂട്ട് ക്ലാസ്സുകളിൽ ജോയിൻ ആവാതിരിക്കുക. അത് നിങ്ങളുടെ പൈസ മാത്രമല്ല, നിങ്ങൾ സമയവും നിങ്ങൾക്ക് റിസൾട്ടും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ 6 മാർക്കാണ് TE, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അത് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ TE 35 ആയി. പിന്നെ +1 മാത്രം ഡബിൾ പാസ് 36 വന്ന കേസുകൾ, പിന്നെ 31 വന്ന കേസുകൾ. ഈ പയ്യൻ 4 തവണ എഴുതി ഫെയിൽ ആയതാണ്, 2 വർഷം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് 2026 നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയത്. ആ വർഷം തന്നെ 3 സബ്ജക്ട് ഫെയിൽ ആയിരുന്നു, 3 ഞാൻ ക്ലിയർ ആക്കി കൊടുത്തു, 29. അതുപോലെ തന്നെ ഫിസിക്സിലൊക്കെ ഇവർ വേണ്ടതിലധികം മാർക്ക് കിട്ടി. ഫിസിക്സിൽ 26, ബയോളജി 28. നിങ്ങൾ ആലോചിക്കണം, 2 കൊല്ലം ഫെയിലായി 4 തവണയൊക്കെ എഴുതിയ സ്റ്റുഡന്റ് ആണ്. പിന്നെ SLCയിൽ മിനിമം A+ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ബാച്ചിൽ ഒരു പയ്യന്റെ +1 റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും. അതിന് ഫിസിക്സിൽ റിവാലുവേഷൻ എടുത്ത് A+ ആയി, കെമിസ്ട്രിയിൽ അറൗണ്ട് ഫുൾ മാർക്ക്, SLCയിൽ ലാംഗ്വേജ് ഒക്കെ മാറ്റി നിർത്തിയ ഒരു 4 A+ ഉണ്ടായിരുന്നുള്ളൂ. മുൻ വർഷങ്ങളിൽ ഒരുപാട് പേർക്ക് വാരിക്കോരി A+ കൊടുത്തിട്ടും ഈ പയ്യന് A+ കുറവായിരുന്നിട്ടും +1 റിസൾട്ട് കണ്ടോ. മാത്സ് ഉണ്ടായിരുന്നില്ല, VHSC ആയിരുന്നു. അപ്പൊ എന്നിട്ടും പക്ഷേ മാത്സ് പുറത്തുനിന്ന് സൈഡായി വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടാണ് ഈ മാർക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്തെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആകണം എന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ 5 മാർക്ക് 24 6 27 ഇതൊക്കെ 1 മാസത്തെ ക്ലാസ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ 10-25 ദിവസം പലരും യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലേറ്റ് ആയിട്ടൊക്കെ ജോയിൻ ആയവരുണ്ട്. അവർക്ക് പോലും മികച്ച റിസൾട്ട് എടുത്താൻ സാധിച്ചു, 10-28 അങ്ങനെ ഒരുപാട് കേസുകൾ. ഇനി ഈ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ PDF എന്ന് കമന്റ് ചെയ്ത് എന്നെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഈ പഠിക്കേണ്ട ഷെഡ്യൂൾ നിങ്ങൾക്ക് തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റി ലിങ്ക് കമന്റ് ബോക്സിൽ വെക്കാൻ, ജോയിൻ ആകാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.